28 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ വ്യവസായ പ്രമുഖൻ, രാജ്യത്തിനകത്തും പുറത്തുമായി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും ആസ്തികളും. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയവും സന്നദ്ധ സേവന രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് അദ്ദേഹം. ഇന്ന് 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ അമരക്കാരൻ, 200ഓളം സ്ഥാപനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ. നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന NGOസിൻ്റെ കൂട്ടായ്മയുടെ ഫൗണ്ടർ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KN ആനന്ദകുമാർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇത്രയധികം വർഷങ്ങളായിട്ട് സാർ ഇങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുകയാണ്, അതും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് സാർ ഇങ്ങനൊരു സേവന രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ സാറിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ആരായിരുന്നു? സാറിൻ്റെ പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് പറയുമ്പോൾ 9ാമത്തെ വയസ്സിൽ അമ്മ എന്നെ പഠിപ്പിച്ചത്, എനിക്ക് തന്ന മന്ത്രം, നിൻ്റെ കൺമുൻപിൽ ആര് നിന്ന് വന്ന് കരഞ്ഞാലും നിനക്ക് കരയാൻ സാധിക്കണമെന്നാണ് പറഞ്ഞത്. അത് കാണണം എന്നല്ല പറഞ്ഞത്, കരയാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളണം എന്നുള്ള. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. യഥാർത്ഥത്തിൽ അമ്മയുടെ വാക്കുകളും അമ്മയുടെ അനുഗ്രഹവും ആണ്. ഇങ്ങനൊരു തീരുമാനം സാർ എടുക്കുമ്പോൾ, അതായത് ഒരു ബിസിനസ് രംഗത്തു നിന്നാണ് സാർ പെട്ടെന്ന് ഒരു സേവന രംഗത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം സാർ എടുക്കുമ്പോൾ സാറിൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 52ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. ഒരു ഉൾവിളിയാണ് അത്. ഞാൻ പറയും എൻ്റെ ഗുരുനാഥനും ഈശ്വരനും ഒക്കെ ആയ സത്യസായി ബാബയുടെ ഇതായിട്ടുള്ള ഒരു ഉൾവിളിയായിരിക്കണം. ഇങ്ങനെ വന്നു, ഫുൾ ടൈമായിട്ട് പ്രവർത്തിക്കണം, ഫുൾ ടൈമായിട്ട് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു പ്രചോദനവും ഉള്ളിൽ നിന്ന് വരികയാണ് എൻ്റെ. പിന്നെ എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് എൻ്റെ ഭാര്യ മക്കളുടെ അടുക്കലാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആശ്രയിച്ചാണല്ലോ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ അടുക്ക അത് ചോദിച്ചപ്പോൾ അവർ എന്നേക്കാളിലും ഉത്സാഹമായിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനെ തന്നെ വേണം, ഫുൾ ടൈം വേണം ചേട്ടാ എന്ന് പറഞ്ഞത്. അത് വലിയൊരു അക്സെപ്റ്റൻസാണ്, വലിയൊരു അംഗീകാരമാണ്. പിന്നെ മക്കളെല്ലാം ഏകദേശം പഠിത്തം കഴിഞ്ഞു, ഏകദേശം വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു. പിന്നെ അല്ലാതെ ആണെങ്കിലും ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എൻ്റെ ഭാര്യ രാജാരവിവർമ്മയുടെ കൊച്ചുമോളാണ്, ലിബാനൂർ കൊട്ടാരത്തിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് റെൻ്റൽ ഇൻകവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ സൈഡും വളരെ സേഫായിരുന്നു. അതും ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ വന്നതും അങ്ങനെ ഒരു യൂ ടേൺ ആയിരുന്നു അത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താമംഗലത്താണ് സാർ ആദ്യമായിട്ടൊരു വാടക കെട്ടിടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലുടനീളം പടർന്ന് പന്തലിച്ചൊരു ഒരു നെറ്റ്വർക്ക് ആവാണ്, ഒരു വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വലിയൊരു സ്കെയിലിലേക്ക് പോവാണ്. അപ്പോൾ ആ തുടക്കം എങ്ങനെയായിരുന്നു സാർ? ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷന് ശേഷം പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്ന ആ ഒരു തുടക്കം. ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ട്രസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ട്രസ്റ്റ് ആരംഭിച്ചത് 1996-ലാണ്. അപ്പോൾ തിരുവനന്തപുരത്തൊരു ചെറിയ 1200 രൂപ വാടക കെട്ടിടത്തിൽ 5 അനാഥ കുട്ടികളെയും കൊണ്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. അത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അനാഥാലയം തുടങ്ങണു എന്ന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് നിന്നൊരു സന്യാസിനി അമ്മ എന്നെ അന്വേഷിച്ചു വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ അല്ല, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ബാബ ഒന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു അനാഥാലയം തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് എൻ്റെ അഡ്രസ്സൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുകയാണ്, എൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അവരുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കംപ്ലീറ്റ് സന്യാസിനി വേഷം ധരിച്ചൊരമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ കെട്ടിടമെടുത്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്താണെങ്കിൽ ഇങ്ങനെ ഞാൻ താമസിക്കാൻ തയ്യാറായി വന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മയുടെ വീട്ടിൽ ഇവരെ താമസിച്ചു. അന്ന് അമ്മയും അച്ഛനുമൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അമ്മയുടെ കൂടെ താമസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, കെട്ടിടമൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ അമ്മ തന്നെ അവിടുത്തെ മാനേജറായിട്ട് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ പടി ഇങ്ങനെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അത് തന്നെ വേണമെന്നുള്ള തീരുമാനമാണ് ഈശ്വരൻ്റെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ഈശ്വരൻ അതിന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഓരോ ലൈറ്റായിട്ടോ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടിരുന്നതാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ
പോകണമെന്നുള്ള ഒരു സിദ്ധാന്തമായിരിക്കും അദ്ദേഹത്തിൻ്റേത്. എന്താണെങ്കിലും അങ്ങനെയാണത് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഒരു വാടക ഞങ്ങൾ രാജ്യവ്യാപകമായി പ്രവർത്തനം ചെയ്യണമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഞാനെപ്പോഴും പറയും, ഒരു പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, പ്രസ്ഥാനത്തിൻ്റെ വളം എന്നുള്ളത് നമ്മുടെ ട്രാൻസ്പാരൻസി, ഒന്ന് നമ്മളുടെ ഡെഡിക്കേഷൻ, സിൻസിയർ. ഈ ട്രാൻസ്പാരൻസി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ വരും. ട്രാൻസ്പാരൻസി ഉണ്ടായിരിക്കണം. ഇതിനകത്ത് വേറെ യാതൊരു ദുരുദ്ദേശവും ഇല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് കുറേ കുട്ടികളെ അമ്മ എപ്പോഴും പറയും, സാധിച്ചാൽ നമുക്കൊരു 25 കുട്ടികളെ എടുത്ത് വളർത്തണം. അപ്പോൾ ഞാൻ ഈ വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മേൻ്റെ അടുക്ക ഒരു മണിക്കൂർ ഇരുന്നാൽ അമ്മ ഒരു 2 തവണയെങ്കിലും പറയുന്നത്, മോനെ ഒരു 25 കുട്ടികളെ നമുക്ക് എടുത്ത് വളർത്തണം കേട്ടത് അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ സായി ഗ്രാമം എന്ന് പറയുന്നത് അന്ന് കേരളത്തിലും ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഒരു ആശയമാണ്. അങ്ങനെ ഒരു ആശയം സാർ രൂപപ്പെടുത്തിയെടുക്കുന്നത് അത് ട്രസ്റ്റ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. ആശയം വരാനായിട്ട് ഒന്ന് പ്രചോദനം ഉണ്ടായത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. എന്താ വെച്ചാൽ സ്വപ്നം കാണാൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണല്ലോ. അപ്പോൾ ഒരു സർവ്വമത സാഹോദര്യത്തോടുകൂടി ഒരു സ്ഥാപനം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആർക്കും വന്ന് അവിടെ പ്രാർത്ഥിക്കാം, ആർക്കും വന്ന് അവിടെ സമയം ചെലവഴിക്കാം. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് സായി ഗ്രാമം നമ്മൾ സ്വപ്നം കണ്ടത്. ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ പോകുന്നത്. എല്ലാ മത മേലധ്യക്ഷന്മാരും വന്നു പോകുന്ന ഒരു സ്ഥലവും വലിയ വലുതായിട്ട് പ്രസംഗിക്കുന്ന ഒരു സ്ഥലമാണ് സായി ഗ്രാമം. അപ്പം അതിനൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. സത്യസായി ബാബയുടെ ഏറ്റവും വലിയൊരു ആശയും സത്യസായിബാബയുടെ ഏറ്റവും വലിയൊരു സംസ്കാരവും സർവമത സാഹോദര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലത്ത് പുട്ടപർത്തിയിൽ 20 കിലോമീറ്റർ നടന്നാലാണ് അവർക്കൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സത്യസായിബാബ അത് അറിഞ്ഞിട്ട് സത്യസായിബാബ പുട്ടപർത്തിയിൽ അവർക്കൊരു 500 മീറ്റർ പോലും നടന്ന് എത്താവുന്നൊരു പള്ളി പണി കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ പള്ളിയിലെ ഫസ്റ്റ് പ്രാർത്ഥനയിൽ ബാബ പങ്കെടുത്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. സായിഗ്രാമം തുടങ്ങിയ ആ നാൾ വഴിയിൽ ഉണ്ടായ ചാലഞ്ചസ്, സാറിനുണ്ടായ വെല്ലുവിളികളും ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വളരെയധികം ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നമ്മൾ ഒരുപാട് അത് 44,000 രൂപ ബാങ്കിലുള്ളപ്പോഴാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. പ്രസ് ക്ലബ്ബിൽ ഞാൻ, ബാബുപോൾ സാറ്, ഡോക്ടർ സുഭദ്ര നായർ, ഞങ്ങളെല്ലാവരും കൂടെയാണ് പ്രസ് മീറ്റ് നടത്തിയത്. സുനിൽ ഗവാസ്കറാണ് തറക്കല്ലിട്ടത്. സുനിൽ ഗവാസ്കർ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, സായി ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് തറക്കല്ലിടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ അനൗൺസ് ചെയ്തു. ഒരു മെയ് 5-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, 2005. പ്രസ്സിൽ അനൗൺസ് ചെയ്തപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ 100 കോടി രൂപയുടെ പദ്ധതി നമ്മൾ ഞാൻ അനൗൺസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെ ഫണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 44,000 രൂപയുണ്ട്, അതാണ് ഫണ്ട്. ബാക്കി എന്നവർ ചോദിച്ചു. ബാക്കി ഞാൻ പറഞ്ഞു മുകളിലോട്ട് ഇങ്ങനെ കാണിച്ചു. അത് ഈശ്വരൻ്റെ കയ്യിൽ, നമ്മൾക്ക് അതിലൊന്നും ഇല്ല. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു പ്രധാനപ്പെട്ട ഒരു പത്രാധിപർ എന്നെ വിളിച്ചു. സാറേ ഒന്നും വിചാരിക്കരുത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് ദേഷ്യപ്പെടരുത്. ഞാൻ പറഞ്ഞോളൂ. പിന്നെ നമുക്ക് സാർ അടിയന്തരമായിട്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ്. ഞാൻ പരിപൂർണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എനിക്കൊരു 1000 ദിവസം തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പദ്ധതിയില്ലേ, 100 കോടി രൂപയുടെ പദ്ധതിയല്ലേ. 1000 ദിവസം തരണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം നിങ്ങളെ, നമുക്ക് കാണാം. ഒന്നല്ലെങ്കിൽ ഞാൻ സായി ഗ്രാമത്തിലേക്ക് ക്ഷണിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ആളെ ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അത് ഒരുപാട് അവിടെ ആ കാലത്ത് എന്താണ് വരണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണ് വരുന്നതെന്ന് അറിയാത്ത ഒരു ആകാംക്ഷ കൊണ്ട് അവിടുത്തെ ജനം പോലും ഒരുപാട് നമ്മളെ എതിർത്തു. പക്ഷേ നമ്മൾ അവർക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും നിന്നില്ല. നമ്മൾ ഗാന്ധിജി പറഞ്ഞ ആ ഒരു സമാധാന സന്ദേശത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ എന്താണെങ്കിലും സായി ഗ്രാമം പൂർത്തിയായി. ഈ ആളുകളെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാനും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പരമസത്യം സമൂഹത്തിന് നമ്മൾ നൽകുകയാണ്. സാറിൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു മാർഗദീപമായിട്ട് നിന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സത്യസായി ബാബ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എങ്ങനെയാണ് സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത് സാറിൻ്റെ ജീവിതത്തിൽ? അത് 9ാമത്തെ വയസ്സിലാണ് ഞാൻ ബാബയെ കാണുന്നത്. എൻ്റെ അമ്മയ്ക്ക് യൂട്രസ് ക്യാൻസറായിരുന്നു. അങ്ങനെ അമ്മയെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു
സർജൻ ഡോക്ടർ കൃഷ്ണമേനോനെ കൊണ്ട് അമ്മയെ സർജറി ചെയ്യിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മദിരാശിയിൽ, അന്ന് മദിരാശി എന്നാണ് പറയണത്, മദിരാശിയിൽ പോവുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും എനിക്കൊരു പെങ്ങളുണ്ട്, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത്. അമ്മ പോണ സന്ദർഭത്തെ ഏകദേശം ഒരു വശം പാരലൈസ്ഡ് ആയിക്കഴിഞ്ഞു, പിന്നെ ഹെവി ബ്ലീഡിങ് ആയിരുന്നു. 24 hours സർജറി ചെയ്യണമെന്നൊക്കെയാണ് ഇവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും ഞങ്ങൾ മദ്രാശിയിലെത്തി കൃഷ്ണമേനോൻ്റെ ഹോസ്പിറ്റലിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ കൃഷ്ണമേനോൻ ജർമ്മനി പോയിരുന്നു, 2 ആഴ്ചയിലേക്ക് ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാർ പറഞ്ഞു, ഞങ്ങളിതിൻ്റെ ഉത്തരവാദിത്വം എടുക്കില്ല, നിങ്ങൾ എഴുതി തരണം, എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ഉത്തരവാദിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിട്ടിക്കലാണ് പേഷ്യൻറ്റ്. അങ്ങനെ അച്ഛൻ എഴുതി കൊടുത്തു. അവർ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. മേജറായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യൂല എന്ന് പറഞ്ഞു, അവർ ചെയ്യാൻ അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. വാക്കബിൾ ഡിസ്റ്റൻസാണ് ഈ നേഴ്സിംഗ്, അന്നൊക്കെ നേഴ്സിംഗ് ഹോം എന്നാണ് പറയണത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ നേഴ്സിംഗ് ഹോം എന്നാണ് ഈ കൃഷ്ണമേനോൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാനും അച്ഛനും കൂടി അമ്മയെ കാണാൻ പോകുമ്പോൾ, ചെറുപ്പമാണല്ലോ, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോകും. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം മേടിച്ച് തരും. അമ്മയെ കണ്ടിട്ട് റിലാക്സ് ആയിട്ട് രാത്രി മടങ്ങും. ഇതാണ് ഒരു റൂട്ടീനായിട്ടുള്ളത്. ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ കോഫി കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സത്യസായി ബാബ ഉണ്ട്, ആവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്, ഭജനയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛന് പൊതുവേ ഈ സന്യാസിമാരോട് ഇത്തിരി ഒരു വട്ടുള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്പിരിച്വാലിറ്റി. അപ്പോൾ അച്ഛൻ അങ്ങനെ തന്നെ ഈ ഒരു അമ്മയുടെ പ്രോഗ്രാം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ബാബയെ കാണാൻ പോയി. അപ്പോൾ വലിയൊരു ഓഡിയൻസ് ഇപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്, വലിയൊരു ഓഡിയൻസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭജന കേട്ടു. ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഹ്യമൊന്നും ഇല്ലല്ലോ, 9 വയസ്സല്ലേ. അച്ഛനൊരു ചെറിയ പാസ്പോർട്ട് സൈസ് പടം മേടിച്ച് എൻ്റെ പോക്കറ്റിലിട്ട് തന്നു. അത് മാത്രമാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് മടങ്ങി. വളരെ ലേറ്റ് ആയത് തന്നെ അമ്മയെ കണ്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അമ്മയ്ക്ക് പ്രഭാത ഭക്ഷണം കൊണ്ടുപോകുന്നത് അച്ഛനാണ്. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ പ്രഭാത ഭക്ഷണം കൊണ്ടുപോയപ്പോൾ പാരലൈസ്ഡ് ആയിട്ട് കിടന്ന അമ്മ നടക്കണം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതെന്താ ഇത് എന്ന് പറയുമ്പോൾ അമ്മ അതിൻ്റെ കഥ പറയണേണ്. 3 മണിക്ക് ബാബ വന്നു, അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രത്യക്ഷത്തിൽ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു, അമ്മയ്ക്ക് വിഭൂതി കൊടുക്കുന്നു. അമ്മയോടൊക്കെ പറയണു, നീ ഒരു വിറ്റാമിൻ ഗുളികയുടെ പ്രിസ്ക്രിപ്ഷൻ പോലും നാട്ടിലേക്ക് മടങ്ങിക്കോ എന്ന് പറയും. എന്ന് പറയുമ്പോൾ അമ്മ കംപ്ലീറ്റ് 100% പെർഫെക്റ്റായി. അമ്മയുടെ അസുഖങ്ങളെല്ലാം തന്നെ മാറി, അമ്മ ഫുൾ ഹെൽത്തായി എന്നാണ് അമ്മ പറയണത്. അതിനുശേഷം 36 വർഷം അമ്മ ജീവിച്ചിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ, ഒരു ശാസ്ത്രത്തിനും തെളിയിക്കാൻ പറ്റാത്ത, എന്താണ് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വിചാരണ ചെയ്യാൻ പോലും പറ്റൂല എന്നൊരു സംഭവമാണ് ജീവിതത്തിലോട്ട് കടന്നു വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അമ്മ ബാബയുടെ ഭക്തിയൊന്നുമല്ല, അമ്മ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തിയാണ്. അമ്മയ്ക്ക് ഒരുപാട് ഡ്രീമും മറ്റു കാര്യങ്ങളും ഗൈഡൻസും ഒക്കെ ഗുരുവായൂരപ്പനിൽ നിന്നാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇത് കണക്ട് ചെയ്തത് ബാബയുടെ അടുക്കലാണ്. ഇങ്ങനെയാണ് ബാബയുടെ ഫോൾഡിലോട്ട് ഞങ്ങൾ വരുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് അനുഭവങ്ങളുടെ ഒരു കൂമ്പാരം. അത് എന്നെ ഒരു പുസ്തകം എഴുതാൻ പോണെയാണ് ഞാൻ, മിറാക്കിൾ സ്വഭാവ എന്ന് പറഞ്ഞു. സാറിന് ഈയിടെ ഏറ്റവും അധികം ഡയാലിസിസുകൾ സൗജന്യമായി നടത്തിയതിൻ്റെ പേരിൽ ഡയാലിസിസ് മാൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ പേരിലുള്ള ലോക റെക്കോർഡും സാറിനാണ് ഉള്ളത്. നവജീവനം എന്ന പേരിൽ സാധാരണക്കാരായ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകൾക്ക് 1 രൂപ പോലും വാങ്ങാതെ 5 ലക്ഷത്തിലധികം ഡയാലിസിസുകളാണ് സൗജന്യമായിട്ട് ഇതുവരെ സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നതായിട്ട് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് സാറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ മുടങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ ഡയാലിസിസ് ചെയ്യുക എന്നൊരാശയം, അത് സാറിന് എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തതും അതിൻ്റെ തുടക്കവും ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അഫ്ര എന്ന് പറഞ്ഞ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഒരു കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തനാണ്, ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ അഫ്ര ഡയാലിസിസ് പേഷ്യൻ്റായിട്ട് കുറേ നാളുകളായി. ഞാൻ അറിയുന്നില്ല, ഞാൻ തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തു. അത് കാരണം അഫ്രയുടെ വിവരങ്ങൾ, എൻ്റെ വേറൊരു ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് അഫ്ര ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞ അന്ന് മുതൽ എന്നെല്ലാം കൊച്ചിയിൽ വരുന്നു, അന്നെല്ലാം അഫ്രയെ കാണും.
പഴയ ആ ഒരു ബന്ധം പുലർത്തുകയും പിന്നെ അതിനുശേഷം അഫ്രയുടെ ചികിത്സാ ചെലവൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. അല്ലാതെ തന്നെ ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്വവും അതിനകത്ത് ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ അഫ്രയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് വരുന്ന കിഡ്നി എവിടെയാണെന്ന് മനസ്സിലാവണം. അഫ്രയിൽ നിന്നാണ്. എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിവില്ല. അഫ്രയുടെയൊക്കെ ഞാൻ എപ്പോഴും പറയും നമുക്കൊരു സൗജന്യ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങണം അഫ്ര എന്ന് പറഞ്ഞു. അപ്പോൾ അഫ്ര പറയും രാഷ്ട്രപതിയൊക്കെ സംസാരിക്കാത്ത കാര്യമാണ് അനന്തേ എന്നാണ് എന്നെ വിളിക്കുന്നത്. അനന്തേ നീ സംസാരിക്കല്ലേ എന്ന് പറയും. ഞാൻ പറയും എന്താണെങ്കിലും ആ ഒരു ആശയം ഉണ്ട് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ അതും ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് തുടങ്ങാൻ പറ്റി. വാടകയ്ക്ക് മെഷീൻ എടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ലക്ഷ്മി ആശുപത്രിയിലാണ്. അദ്ദേഹം വാര്യർ സാറ്, ഡോക്ടർ വാര്യർ എൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം സൗജന്യമായിട്ട് സ്ഥലം തന്നു, വൈദ്യുതി തന്നു, വെള്ളം തന്നു. പിന്നെ മെഷീനും മരുന്നും മതി, ടെക്നീഷ്യനും വേണം. അത് ഞങ്ങൾ സംഘടിപ്പിച്ചു. ഒരു 10,000 രൂപ വാടകയ്ക്ക് 2 മെഷീൻ എടുത്തുകൊണ്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. അന്ന് അദ്ദേഹം ഇന്ത്യൻ്റെ പ്രസിഡൻ്റാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ ഉദ്ഘാടനത്തിൽ തന്നെ ഇദ്ദേഹം 2-3 കാര്യം ചോദിച്ചു. ഒന്ന്, 1 രൂപ മേടിക്കാതെ നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു സാറ് വരൂ ആശുപത്രി. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്യാറുള്ളൂ. നമ്മുടെ ഒരു സംസ്കാരം അതാണ്. വരൂ ആശുപത്രിയിലുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതൊരു അത്ഭുതകരമാണ്, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം. പിന്നെ അദ്ദേഹം ഒരു മൊബൈൽ വാൻ ഓഫർ ചെയ്തു. മൊബൈൽ ഡയാലിസിസ് വാൻ ഹൈദരാബാദിലുണ്ട്. അത് ഞാൻ അതിൻ്റെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം, ഞാനൊരു മൊബൈൽ വാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളൊന്നും ഇവരായിട്ട് കറക്റ്റ് അല്ലാത്ത കാരണം അത് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു മൊബൈൽ ഡയാലിസിസ് സെൻറ്റർ വാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങി. അവിടുത്തെ ജില്ലാ പഞ്ചായത്തും ഞങ്ങളും കൂടെ യോജിച്ചുകൊണ്ട് തുടങ്ങി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും നമ്മൾ പറയുന്നത് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഈ ഭാവിയിലാണെങ്കിലും ഞാൻ അവരോടെല്ലാം പറയാനുള്ളതാണ്, നിങ്ങൾ ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ സുതാര്യത വേണം. പിന്നെ ഞാൻ പണ്ട് ഒരു ബിഷപ്പിൻ്റെ ഒരു ദൂരദർശനിലൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കുട്ടി ജനിച്ചാൽ, അദ്ദേഹം അനാഥാലയം നടത്തുന്ന ആളാണ്. അപ്പം എനിക്ക് കിട്ടിയ വലിയൊരു മെസ്സേജാണ്, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കുള്ള ചോറ്, ആ കുട്ടിക്കുള്ള കാര്യങ്ങൾ ഈശ്വരൻ കരുതിയിട്ടുണ്ട്, നമ്മളതിനു വേണ്ടി ഓടി നടക്കണ്ട എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം തന്നത്. പക്ഷേ അതൊരു പരിധിവരെ ശരിയാണ്. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവരെ ഉണർത്താനോ ഒന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ഈശ്വരൻ മിക്കവാറും പിന്നെ കഷ്ടപ്പാടുകളും ദുഃഖവും കടവും ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എങ്കിലും നമ്മുടെ പടിവാതിക്കൽ മിക്കവാറും അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്തിക്കാറുണ്ട് അദ്ദേഹം. ഇപ്പം ഈ സംസാരിക്കുന്ന സമയം പോലും 4 ദിവസം മെഷീനാണെങ്കിൽ ഏറ്റവും വില പിടിച്ചത്. 4 ദിവസം മുമ്പ് 22 മെഷീൻ ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു 10 മെഷീനെ ഞാൻ എടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിൻ്റെ റിക്കറിങ് എക്സ്പെൻസ് വളരെ. 4 മെഷീനിട്ട് ഒരു ഡയാലിസിസ് സെൻറ്റർ നടത്തുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ മെഡിസിൻ വേണം. അതാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പറഞ്ഞത്, ഇന്ന് രാവിലെ വടക്കം പറവൂർ ഒരു ചൈതന്യ ആശുപത്രിയുടെ MD ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഡയാലിസിസ് സെൻറ്റർ നിങ്ങളുടെ അവിടെ തുടങ്ങും, പാവങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ, മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, നിങ്ങൾ അതിൻ്റെ റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആലോചിക്കുക, ഒരു കമ്മിറ്റി കൂടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ചിന്ത ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏത് കാലത്താണോ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയത് അവിടെ നിന്ന് ഏകദേശം 20-25% ഡയാലിസിസ് രോഗികൾ രാജ്യത്തും ദേശത്തും നമ്മുടെ കേരളത്തിൽ കൂടിയിട്ടുണ്ട്. ഡയാലിസിസ് കിട്ടാതെ രോഗികൾ മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം പോലും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡയാലിസിസ് സെൻറ്റർ പരിപൂർണ്ണ സൗജന്യമായിട്ട് തുടങ്ങി. എറണാകുളത്ത് തന്നെ 3 ഉണ്ടായിരുന്നു. ഒന്ന് മട്ടാഞ്ചേരിയിൽ ഗൗതം ആശുപത്രിയിൽ, ഇവിടെ സറാഫ് ആശുപത്രിയിൽ, ലക്ഷ്മി ആശുപത്രിയിൽ. ഈ 3 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഫോണിൽ ഇതിൻ്റെ ലോബികളുണ്ടല്ലോ, ലോബികൾ വിളിച്ചിട്ട് എവിടെയാണ് വീട്, എത്ര വയസ്സുണ്ട്, ഇനി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്നൊക്കെ രീതിയിൽ സംസാരം ഉണ്ടായി. എൻ്റെ ഉദ്ദേശം എന്താണ്, അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണെങ്കിലും മരണം എന്നൊക്കെ ഉള്ളത് ഒന്നല്ലേ ഉള്ളൂ. അത് ഇങ്ങനെയൊക്കെ ആയാൽ വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു കോസ് ഉണ്ടല്ലോ, അതിന് നല്ലൊരു റിയൽ കോസ് ഉണ്ട്. പിന്നെ നമ്മൾ സഞ്ചരിച്ചതിൻ്റെ ഇടയിലാണെങ്കിൽ അതിലും സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഒരു ഇല്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് ഇത് വളർന്ന് പന്തലിച്ച് നമ്മളുടെയൊക്കെ അപ്പുറത്തോട്ട് പോയി. ഞാനെപ്പോഴും പറയും, ചിത്തിലപ്പള്ളി ഫൗണ്ടേഷൻ ഒരുവിടെ രാവിലെ ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിരിക്കണമായിരുന്നു.
ചിത്തലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ എന്നെ വിളിച്ചിട്ട്, സാറേ പുതിയ ഡയാലിസിസ് സെൻറ്റർ വല്ലതും തുടങ്ങുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ ആലോചിക്കലില്ല, അല്ല തുടങ്ങണയാണെങ്കിൽ ഞങ്ങളൊരു 20 മെഷീൻ തരാൻ കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. ഇതൊരു 5 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇത് ഏറ്റവും ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ഗവൺമെൻറ്റായിട്ട് യോജിച്ചുകൊണ്ട് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുമ്പോൾ ഗവൺമെൻറ്റിലെ ആ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, ആശുപത്രിയിലെ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ വളരെ ഞാൻ എന്താ പറയുന്നത് അതിൻ്റെ വാക്ക് വളരെ മോശമായിപ്പോൾ. അത്ര വൃത്തികെട്ട മനോഭാവമാണ് ഇവരുടെ. ഇപ്പോൾ അവസാനം നെടുങ്കണ്ടം ഡയാലിസിസ് സെൻറ്ററിൽ മണിയാശാൻ എൻ്റെ അടുക്ക 10 തവണ പറഞ്ഞിട്ട്, അവിടുത്തെ MLA പറഞ്ഞിട്ട് ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയിട്ട് അവിടുത്തെ സൂപ്രണ്ടിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. എങ്കിലും 8 ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് സെൻറ്റർ ഞങ്ങളാണ് നടത്തുന്നത്. നമ്മളതിൽ നിന്ന് പിന്മാറൂല. നമ്മളതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം വെച്ചാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ആശുപത്രിയല്ലേ. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയെ ആരും ഇറങ്ങില്ല. ഇപ്പോൾ ഒരൊറ്റ ചോദ്യം സമൂഹത്തിനോട് ചോദിക്കുന്നത്, ഏത് NGO ഗവൺമെൻറ് ആയിട്ടുള്ള പദ്ധതികൾ നടത്തുന്നുണ്ട്? 2, ഏത് NGO സൗജന്യ ഡയാലിസിസ് സെൻറ്റർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെയ്യുന്നുണ്ട്? ആരുമില്ല. ഇന്ത്യയിൽ ആരുമില്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ ആരുമില്ല. അപ്പോൾ ഇതിനുള്ള കാരണം ഒന്ന് അവരുടെ കാഴ്ചപ്പാടിൻ്റെ എന്തുമായിരിക്കും. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റായിട്ട് യോജിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വളരെ ടഫാണ്. അത് ഗവൺമെൻറ്, ഞാനല്ലേ, മന്ത്രിമാരോ MLA മാരോ ഒന്നുമില്ല, അവരെല്ലാം നമ്മൾ നമസ്കരിക്കുന്നു. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ വൃത്തികേടിൻ്റെ അവതാരങ്ങളായിട്ട് ജനിച്ചിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റും. വളരെ മോശമാണ് ഈ സമീപനം. അവർക്കൊരു പൈസ ചിലവില്ല, അവർക്ക് യാതൊന്നും ചിലവില്ല. അതല്ലേ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കലക്ടർക്കെതിരെ ഹൈക്കോടതിയിൽ ഞാൻ കേസ് കൊടുക്കേണ്ടി വന്നത്, എൻഡോസൾഫാൻ്റെ വീടുകൾ കടന്ന് നശിക്കുന്നത് കാരണം. ഇതൊക്കെയാണ് ഇവരുടെ മനോഭാവം. ഇവരുടെ മനോഭാവം മാറ്റണം. അതേപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന IAS എത്രയോ വലിയ വീക്ഷണമുള്ള ആൾക്കാർ. ജയകുമാർ സാറ് ഞങ്ങളുടെ ഒരു ഭാരവാഹിയാണ്. ബാബു പോൾ സാറ് അഡ്വൈസറി ചെയർമാനായിരുന്നു. ഇവരൊക്കെ എന്തൊരു വീക്ഷണമുള്ള. ജയകുമാർ സാർ എപ്പോഴും പറയുമല്ലോ, വയലത്ത് നിന്ന് ഇറങ്ങി വരുന്നത് അവൻ്റെ പകുതി കൂലി ഉപേക്ഷിച്ചിട്ടാ ഒരു വയലിൻ്റെ കാര്യം അന്വേഷിക്കാൻ തന്നെ. അവനെ ആ രീതിയിൽ കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? പക്ഷെ അങ്ങനെയായി മാറാനുള്ള നല്ല ബുദ്ധി ഇവർക്ക് കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണം. കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് സെൻ്ററുകളുടെ ഒരു നിലവിലെ അവസ്ഥ, അവിടുത്തെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ 16 ഡയാലിസിസ് സെൻ്ററായി. നെടുങ്കണ്ടം, ഇടുക്കി ജില്ലയിലെ ഉൾപ്പെടെ ഇപ്പോൾ എല്ലാ ജില്ലയിലും 2ാമത്തെ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ 2 എണ്ണമായി, തൊടുപുഴയിൽ 1 ഉണ്ട്, ഇപ്പോൾ നെടുങ്കണ്ടത്തായി. എറണാകുളം ജില്ലയിലും അതെ, ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും ചേരാനെല്ലൂർ പഞ്ചായത്തിലായി. മിക്കവാറും എല്ലാ ജില്ലയിലും ആ രീതിയിൽ മൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രധാന വിഷയം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഇതിൻ്റെ റിക്കറിങ് എക്സ്പെൻസാണ്. റിക്കറിങ് എക്സ്പെൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാപ്പോഴും ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ, ഇപ്പോൾ പ്രൊജക്റ്റ് സ്പോൺസർ ചെയ്യാൻ അതിൻ്റെ ക്യാപിറ്റൽ ഫണ്ടൊക്കെ തരാനായിട്ട് ആളുകളുണ്ടാവും. പക്ഷേ റിക്കറിങ് എക്സ്പെൻസ് തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പൊതുവെ CSR ആണെങ്കിലും കുറവാണ്. ഇപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി 2 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്നതാണ് കേരള ബാങ്കിൽ നിന്ന്. അങ്ങനെ ഒരു അവസ്ഥ. അത് ഈ പറഞ്ഞ പോലെ വരും, അതെല്ലാം മാറി വരും. എങ്കിലും നമ്മളുടെ ഒരു സ്ഥാപനം നിർത്താനോ ഒരു ജോലിക്കാരെ പറഞ്ഞു വിടാനോ അങ്ങനെ ഒന്നിനും നമ്മളൊരു കോംപ്രമൈസ് ചെയ്യില്ല. സാറിൻ്റെ ഡയാലിസിസ് സെൻറ്റർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തന മേഖലയായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്ന എൻഡോസൾഫാൻ ദുരന്തത്തിന് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ, ദുരിതബാധിതർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് സാർ. അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് യഥാർത്ഥത്തിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻഡോസൾഫാൻ്റെ ഏതൊരു കാര്യവും ഞാൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. അല്ലാതെ ചാടിക്കയറി ഒരു ദിവസം പത്രപ്രസ്താവനയും അല്ലെങ്കിൽ ഒരു ദിവസം ആ രീതിയൊന്നും, ഞാൻ ഏത് രീതിയാണെങ്കിലും എല്ലാം വെൽ സ്റ്റഡീഡായിരിക്കും ആ കാര്യത്തിനെക്കുറിച്ച്. അങ്ങനെ എൻഡോസൾഫാനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അവരുടെ വീടുകളിൽ ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 15 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം അതാണല്ലോ. അല്ലെങ്കിൽ ഒരു ഫുൾ ടൈമായിട്ട് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ദുഃഖം, യഥാർത്ഥത്തിൽ മക്കൾ തലയില്ലാതെ പിറക്കുന്നു, കാലില്ലാതെ പിറക്കുന്നു, ഉടലില്ലാതെ പിറക്കുന്നു, ഈ മക്കളുടെ ദുരിതം അവരെങ്ങനെ ഡീൽ ചെയ്യണു എന്ന് നമുക്ക് മനസ്സിലായാണ് നമ്മളിത് അകത്തോട്ട് പോകണല്ലോ മനസ്സിൽ. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം
അങ്ങനെയൊക്കെ കാണിക്കുന്നതെല്ലാം തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളൊരു കാര്യം പഠിക്കാതെ അത് മിനിമം സ്റ്റഡി ചെയ്യാൻ 10 വർഷം വേണം. ജീവകാരുണ്യ മേഖലയാണ്, മറ്റേ PhD കിട്ടണ ഒരു പരിപാടിയല്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനിങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു പെൺകുട്ടികളുടെ അനാഥാലയം ഉണ്ടായിരുന്നു, ട്രസ്റ്റിന് അത് നോക്കാനായിട്ട് പോകും. അങ്ങനെ കാസർഗോഡായിട്ട് സ്ഥിരമായിട്ട് ഞാൻ എപ്പോൾ പോകുമ്പോഴും അവിടെ ഒരു ആനന്ദാശ്രമമുണ്ട്. ഞാൻ ഈ കേരളത്തിലൊരു സത്യസന്ധമായ ഒരു ആശ്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനന്ദാശ്രമേ പറയുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ ചപ്പടി വിദ്യയൊന്നുമില്ല. അവിടെ ആർക്കെങ്കിലും ചെല്ലാം, താമസിക്കാം, 1 രൂപ കൊടുക്കണ്ട, ആഹാരം കഴിക്കാം, 1 രൂപ കൊടുക്കണ്ട, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നാമജപത്തിൽ പങ്കെടുക്കാം, ഇല്ലെങ്കിൽ 2 ദിവസം താമസിക്കാൻ ആരോടും വേണ്ട എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ ഒരു സ്ഥാപനമാണ്. അവിടെ സ്വാമിയായിട്ട് വലിയൊരാളെ അങ്ങനെയൊന്നുമില്ല അവിടെ തന്നെ. അപ്പോൾ ആനന്ദാശ്രമത്തിൽ ഞാൻ സ്ഥിരമായിട്ട് താമസിക്കണത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഒരു ദിവസം ഞങ്ങളായിട്ട് ഞാൻ രാഷ്ട്രീയമില്ല, എനിക്ക് പിന്നെ കുടുംബമൊക്കെ രാഷ്ട്രീയം, എൻ്റെ കുടുംബ പശ്ചാത്തലം പോലും കോൺഗ്രസ് രാഷ്ട്രീയമാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെയൊക്കെ ഒരു കണക്ഷനാണ് എൻ്റെ അമ്മ. പക്ഷേ ഞാൻ വ്യത്യസ്തനാണ്. ഞാനിവിടെ എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് KSUക്കാരനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കുടുംബമായിട്ടും വലിയ ബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇദ്ദേഹം എന്നെ വിളിച്ചു, അനന്തകുമാർ സിറ്റിയിലുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഒന്ന് ഓഫീസിൽ വരണല്ലോ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വിളിക്കുമ്പോൾ അവിടെ ഒരു വീട് തീർന്നിട്ടില്ല, ഒന്ന് ചെയ്തു കൊടുക്കണേ എന്നൊക്കെ പറയും. വളരെ ചുരുക്കമാണ് അങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം അങ്ങനെ ചെറുതായിട്ട് ഏൽപ്പിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്റർ, അടൂർ പ്രകാശ് എല്ലാവരും ഇരുന്ന് മീറ്റിംഗ് അവിടെ അങ്ങനെ ചാടി ഇപ്പുറത്ത് വന്നു, എന്നെ ഇപ്പുറത്തുള്ള സോഫയിലിരുത്തി. ഫസ്റ്റ് ചോദ്യം അങ്ങനെ ചോദിച്ചത്, എൻഡോസൾഫാന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ എൻഡോസൾഫാനെക്കുറിച്ച് പഠിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തിനറിയാം, സ്വാഭാവികമായിട്ട് അറിയണമല്ലോ, എൻ്റെ വീട്ടിലറിയാം. ഈ ലോകത്തൊരു മനുഷ്യൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, സത്യം. പക്ഷേ ഇങ്ങനെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ സ്റ്റണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഞാൻ വിട്ടാണ്ടിരുന്നപ്പോൾ പറയൂ അനന്തകുമാർ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്, നിങ്ങളുടെ സായി ഗ്രാമത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ആ സമയത്ത് ഞങ്ങൾ സായി പ്രസാദ് എന്ന് പറഞ്ഞ് പാവങ്ങൾക്ക് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ വീട് വെച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് വീണ്ടും അടുത്ത് ചോദിച്ചു, എവിടെയൊക്കെ വീട് വെച്ച് കൊടുക്കാം, എത്ര സ്ഥലം വേണം നിങ്ങൾക്ക്? അപ്പം ഞാൻ പറഞ്ഞു, 3 പഞ്ചായത്തിലാണ് എൻഡോസൾഫാൻ ബാധിച്ചത്. ഓരോ പഞ്ചായത്തിലും ഒരു 5 ഏക്കർ സ്ഥലം വീതം കിട്ടിയാൽ ഞങ്ങളൊരു മെഗാ ടൗൺ. ഇതൊക്കെ പറയുന്നല്ലാതെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്തൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം വളരെ ഒരു സ്പിരിച്വൽ പേഴ്സണാണ്, ഒന്നും സംശയമില്ല. ഇതെല്ലാം ഇങ്ങനെ പറയുന്നു, മെഗാ ടൗൺഷിപ്പ് ഉണ്ടാക്കാം, വീടുകൾ വെച്ച് കൊടുക്കാം, ഓരോ മെഗാ ടൗൺഷിപ്പിലും 45 വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, സ്ഥലം ഞാൻ തരാം കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇത് ഞാൻ സംസാരിക്കുന്ന ഒരു തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്കാണ്. ബുധനാഴ്ച ക്യാബിനറ്റാണ്. ബുധനാഴ്ചയിലെ ക്യാബിനറ്റിൽ ഇത് നമ്പർ 1 ഐറ്റമാക്കി മാറ്റി ഇദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് പറഞ്ഞത്. ബുധനാഴ്ച 12 മണിക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞാണ്, സാറേ അത് പാസ്സായിട്ടുണ്ട്, ഒരു 4 മണിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ജിയോ തരാം. 72 മണിക്കൂർ. എത്രയാണ്? സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന് 15 ഏക്കർ സ്ഥലം കാഞ്ഞങ്ങാട് തരികയാണ്. 15 ഏക്കർ സ്ഥലം. ഈ 15 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ എൻഡോസൾഫാന് വീട് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ധാരണയിൽ. എങ്കിലും ഇവിടെ ആർക്ക് പറ്റും? 72 hours. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതികളും അത് നടപ്പിലാക്കുന്ന നാൾ വഴികളിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഉമ്മൻചാണ്ടി സ്ഥലം തന്ന് അദ്ദേഹം തന്നെ ആദ്യത്തെ ടൗൺഷിപ്പ്, മെഗാ ടൗൺഷിപ്പ്, നമ്മൾ സത്യസായി ഗ്രാമം എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. ആ മെഗാ ടൗൺഷിപ്പിൻ്റെ തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഭരണം മാറി വന്നു. പിന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ ടൗൺഷിപ്പ് 8 കോടി രൂപയോളം മുടക്കി ഉണ്ടാക്കിയതാണ്. 45 വീടുകൾ, 50,000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക്, ആയുഷിൻ്റെ ഒരു ആശുപത്രി, സൗജന്യ ഡയാലിസിസ് കേന്ദ്രം, പിന്നെ ഇവർക്ക് വേണ്ടി ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം, അങ്ങനെ നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സത്യസായി ഗ്രാമം കാഞ്ഞങ്ങാട് ആദ്യത്തെ പ്രൊജക്റ്റ് പൂർത്തിയായത്. അവിടെ ഏകദേശം ഒരു 10 വീടിലധികം ഒഴിഞ്ഞു കിടക്കണയായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ പദ്ധതി എൻമകജെ എന്ന പഞ്ചായത്തിലാണ് ഈ എൻഡോസൾഫാൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത്. എൻമകജെ പഞ്ചായത്തിൽ ജോയ് ആലുക്കാസിൻ്റെ സഹായത്തോടുകൂടി മറ്റു പല സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു. അവിടെ 36 വീടുകൾ പണിത് പൂർത്തിയാക്കി. ആ സമയത്താണ് കോവിഡിൻ്റെയൊക്കെ സമയം. കോവിഡിൻ്റെ മുമ്പാണ് ഇതെല്ലാം ചെയ്തത്. ആ സമയത്ത് ഈ 36 വീടിൻ്റെയും പിന്നെ ഈ കാഞ്ഞങ്ങാടുള്ള ബാക്കിയുള്ള വീടിൻ്റെയും താക്കോല് അന്നത്തെ കലക്ടറായ ഡോക്ടർ സുജിത്ത് ബാബു എന്ന് പറഞ്ഞ കലക്ടറെ ഏൽപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കലക്ടറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കലക്ടർക്ക് കൊടുക്കാം, ഏത് സമയം വേണമെങ്കിൽ കൊടുക്കാം. ഞങ്ങൾക്ക് കൊടുക്കാൻ അധികാരമില്ല. ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ അധികാരമുണ്ട്, ഞങ്ങൾക്ക് വീട് ഏത് രീതിയിൽ ടൗൺഷിപ്പ് ആക്കാൻ അധികാരമുണ്ട്. പക്ഷേ അത് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അധികാരം ജില്ലാ ഭരണാധികാരിക്കാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. പക്ഷേ അദ്ദേഹം എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണോ എന്താണെന്നറിയില്ല, എൻഡോസൾഫാൻ പോലും എൻഡോസൾഫാനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ കാലത്ത് പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോലും എൻഡോസൾഫാൻ തട്ടിപ്പാണെന്ന് വരെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ടോട്ടലി എഗെയിൻസ്റ്റ് ആയിരുന്നു ഇതിനെന്നാണ് മനസ്സിലാക്കുന്നത്. 2 വർഷത്തിലധികം അല്ലെങ്കിൽ 3 വർഷത്തോളം കാലം ഇയാൾ ഈ താക്കോലുകളെല്ലാം വച്ച് അവിടെ ഇരുന്നു. നമ്മൾ പലതവണ അഭ്യർത്ഥിച്ചു, അദ്ദേഹം ഒന്നും ചെയ്തില്ല. കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തു. എന്നുവെച്ചാൽ വേറെ മാർഗ്ഗമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹരായപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ നിയമം തീരുമാനിക്കട്ടെ. കേസും നിർഭാഗ്യവശാൽ മറ്റേ ലോക്ക്ഡൗണും പല കാരണങ്ങൾ ഉണ്ട്, അതും വളരെയധികം നീണ്ടുപോയി. അവസാനം ഇപ്പോൾ ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ അത് എല്ലാ ആഴ്ചയും ഹിയറിംഗ് വെച്ച് അതിൻ്റെ കൺക്ലൂഷൻ ഉണ്ടായി. എന്താണെങ്കിലും കോടതി ഇടപെടലും മറ്റു കാര്യം, കോടതി പോലും 2 തവണ ഇപ്പോഴുള്ള ആ കലക്ടർ മാറി പുതിയ കലക്ടർ വന്നിട്ട് ആ കലക്ടറോട് നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോലും ഹാജരായില്ല. അപ്പോൾ ഇവരുടെ മനോഭാവം എന്താണെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനോഭാവം. എന്നിട്ട് അവസാനം ദേവൻ രാമചന്ദ്രൻ അന്ന് പത്രങ്ങളിൽ വന്ന വലിയ വാർത്ത, കലക്ടർ മാളികപ്പുറത്ത് ഇരിക്കേണ്ട ആൾക്കാരല്ല, മാളികപ്പുറത്തിൽ ഇരുന്നല്ല ദുഃഖം കാണേണ്ടത്, നിങ്ങൾ ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് 3ാമത്തെ നോട്ടീസിലാണ് ഒരു കലക്ടർ ഹാജരാവുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ വ്യവസ്ഥ. ഏത് ജനാധിപത്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും ആ കാര്യങ്ങൾ അങ്ങനെ തീർന്നു, താക്കോലെല്ലാം കൊടുത്തു. യഥാർത്ഥ 2ാമത്തെ ടൗൺഷിപ്പും അങ്ങനെ തീർന്നു. ഇനി 3ാമത്തെ ഒരു ടൗൺഷിപ്പിന് വേണ്ടി സ്ഥലം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പ്രതിസന്ധികളിലൂടെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ പോലും ഈ ജില്ലാ ഭരണാധികാരി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓഫീസർമാർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് CSR ഫണ്ടും അതുപോലെയുള്ള ഫണ്ടല്ലേ. അപ്പം നമ്മൾക്ക് പൈസ തരുന്നവർ ഇത് ഡിലേ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് വേറെ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ നല്ല ആളുകൾക്ക് കൊടുക്കാൻ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു കലക്ടർക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് KN ആനന്ദകുമാറാണ്. വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനൊക്കെ എന്ത് കാരണം? അതാണ് ഇവർക്കൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നത് ഇതിനാണോ? ഗവൺമെൻറ് പറയുന്നത് കേൾക്കാതിരിക്കാനാണോ? അല്ലെങ്കിൽ നിയമം അനുസരിക്കാതിരിക്കാനാണോ ഈ കലക്ടർമാർ അല്ലെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ജീവിക്കുന്നതും ശമ്പളം മേടിക്കുന്നതും ഇതിനാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ആണെങ്കിലും 21 പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ്റിന് ഞങ്ങൾ നടത്തുന്നുണ്ട്, 21 സ്ഥാപനങ്ങൾ. അപ്പോൾ അത് വേറൊരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഇന്ന സ്ഥാപനം ഏൽക്കണമെന്ന്, ഇപ്പോൾ പിണറായി വിജയൻ സാറാണെങ്കിലും അദ്ദേഹം വിളിച്ചിട്ട് ഒരു കാര്യം ഏൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ പണിക്ക് നിൽക്കുന്ന ആൾക്കാരല്ലേ. പക്ഷേ അവിടെയൊന്നും അല്ല ഇതിൻ്റെ കുഴപ്പം. പക്ഷേ ഇവിടെയുള്ള കുഴപ്പം ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാവസ്ഥ. എനിക്കറിഞ്ഞൂടാ അവരെന്തിനാണ് അവിടെ ഇരിക്കണമെന്ന് ഇടയ്ക്ക് ചിന്തിക്കേണ്ടിയിരിക്കണം. പല ഘട്ടത്തിലും സാറ് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അനാവസ്ഥയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടില്ലായ്മ, പ്രത്യേകിച്ച് ഇങ്ങനൊരു സേവന രംഗത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ളൊരു നാടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല ഇവിടെയുള്ളത്. സാർ ഇതിനൊക്കെ അഭിമുഖീകരിച്ചതും ആ സമയത്തുള്ള സാറിൻ്റെ മാനസികാവസ്ഥയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്തും അതിനെ ഓവർകം ചെയ്ത് ഇതൊക്കെ എങ്ങനെയാണ്? അല്ല, ഇതെല്ലാം ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് അതൊക്കെ ഒരു വേദനയാണെങ്കിലും നമ്മൾ അതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചത് എന്തിനാണെന്ന് നമുക്ക് നല്ല ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മറ്റേതൊരു സൈഡിലാക്കി വെക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അതിൻ്റെ പുറകെ അയ്യോ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10-40 വീടുകൾ എന്ന് വെച്ചാൽ 4 കോടി രൂപയുടെ സംഭവമാണിത്. ഒരിടയ്ക്ക് ജോയ് ആലുക്കാസിനെ ഫോൺ ചെയ്ത് സാറേ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അനന്തകുമാർ എൻ്റെ പൈസ കൊണ്ട് കുഴിച്ചിടേണ്ട കാര്യം എന്താ, നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സായി ഗ്രാമത്തിന് തരാമായിരുന്നല്ലോ
ജോയി ആലുക്കാസ് എന്നോട് എങ്ങനെ സംസാരിക്കണത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഇതെല്ലാം ഒരു എന്താണ് സൈഡ് ലൈൻ ആക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കതിലൊന്നും, ഇതൊക്കെ ദുഃഖമുള്ളതാണ്, ഒരുപാട് ദുഃഖമുള്ളതാണ്. അത് അങ്ങനെ അതിൻ്റെ രീതിയിൽ പോകും. പക്ഷേ സാറിൻ്റെ ജീവിതത്തിൽ അടുത്ത ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ തന്നെയായിരിക്കും. അദ്ദേഹത്തിനെ കുറിച്ചൊരു പുസ്തകവും സാർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മറ്റെന്തെല്ലാമാണ്? സേവന മേഖലകളും അതല്ലാതെ ഒരുപാടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ നമുക്ക് പറയാൻ പറ്റാത്ത കാരണമാണ് ഒരു ചെറിയ പുസ്തകം. അങ്ങേത് 50 വർഷത്തിൻ്റെ കണക്കാക്കി ഒരു 50 പേജ്, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 18 അധ്യായമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തേന് നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനാണ്. പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതുപോലെ മറ്റൊരു ഒരു ചോദ്യവുമില്ലാതെ എന്നെ അറിയിക്കാതെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എയ്ഡഡ് ഗവൺമെൻറ് നമുക്ക് തരുന്നതാണ്. അത് കാസർഗോഡ് വെച്ച് വലിയൊരു ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒരാഴ്ച ഞങ്ങൾ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ വെച്ചൊരു വലിയ സമ്മേളനം, ഞങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് ഇദ്ദേഹം അനൗൺസ് ചെയ്യുന്നതാണ്, ഇവർ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്, ഏറ്റവും വലിയ NGO ആണ്, ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ വക ഒരു സമ്മാനം. അപ്പോൾ ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കും. 10,000-കണക്കിന് ആൾക്കാരുണ്ട്, വലിയൊരു സമ്മേളനമാണ്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ കേട്ടോണ്ട ഇവർക്കൊരു ആർട്സ് ആൻഡ് സയൻസ്, സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവർക്ക് നൽകുകയാണ് എന്നും പറഞ്ഞ് മനോരമയിലേക്ക് എല്ലാ പത്രത്തിലും ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വന്നു ഈ വാർത്ത. ഞാനപ്പോൾ എൻ്റെ അടുത്ത് വന്ന് തിരിച്ചിരുന്നപ്പോൾ സാർ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അല്ല ഇതൊരു സ്റ്റണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ. അപ്പം അതാണ് ഈ മനുഷ്യൻ്റെ വലിയ, ഇപ്പം നമുക്ക് തന്നതുകൊണ്ടല്ല, പക്ഷേ നമ്മളറിയാതെ തന്നെ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കേൾവിക്കാരനാണല്ലോ, കേൾവിക്കാരനാണ്. അതെ അതെ, വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്, ഏറ്റവും വലിയ മാഹാത്മ്യമാണത്. ഞാൻ എപ്പോഴും ഇതുപോലെ മറക്കാൻ പറ്റാത്തൊരു കാര്യം അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ, ഞങ്ങൾ ഈ കണ്ണൂർ കല്ലിക്കണ്ടിയിൽ നിന്ന് ഈ ഒരു ബോംബിൽ കൈയും കണ്ണുമൊക്കെ നഷ്ടപ്പെട്ട അമാവാസിയെ പൂർണ്ണചന്ദ്രനാക്കിയ ഒരു കഥയുണ്ട്. ആക്രി സാധനങ്ങൾ പറക്കണതിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ ബോൾ കിട്ടി, അതുകൊണ്ട് വർഷാപ്പ് പൊട്ടിച്ചു, വലത് കണ്ണും ഇടത് കൈയും നഷ്ടപ്പെട്ടു. ആ ബാലൻ ആശുപത്രി കിടക്കുമ്പോൾ പല ആളുകളും വന്ന് കവിതയൊക്കെ ചൊല്ലി ഓറഞ്ചൊക്കെ കൊടുത്തു പോയി, അല്ലാണ്ട് അവൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഞാൻ ഈ വിവരം മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ വായിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ ജ്യോതിലാലാണ് അവിടുത്തെ കലക്ടർ. ജ്യോതിലാലിനെ വിളിച്ചു, ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. ഇവനെ സംഗീതം പഠിക്കാനായിട്ട് സംഗീത കോളേജിൽ നമ്മൾ അയച്ചു. സംഗീത കോളേജിൽ അയച്ചപ്പോൾ ഇവൻ സംഗീത കോളേജിൽ പഠിച്ച് ഏകദേശം പൂർത്തിയായ സമയത്ത് ഉമ്മൻചാണ്ടി ബാബയുടെ സമാധി ദിവസം ഉമ്മൻചാണ്ടി തൊഴാനായിട്ട് വന്നാണ്. അപ്പോൾ അതിന് വന്നപ്പോൾ ഞാൻ പൂർണ്ണചന്ദ്രനെ പരിചയപ്പെടുത്തി. 2 സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, ഇതാണ് പൂർണ്ണചന്ദ്രൻ, അമാവാസിയായിരുന്നു, ഞങ്ങളെടുത്ത് വളർത്തി, ഇപ്പോൾ പഠിത്തം കഴിഞ്ഞു. അവൻ്റെ കയ്യും കണ്ണുമൊക്കെ അറിയാം, അന്ന് ലോകം മുഴുവനും ചർച്ചയായിരുന്നു ഇവൻ്റെ വിഷയം. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്റൻസ് എൻ്റെ അടുക്ക പറഞ്ഞുള്ളൂ. അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾ അധികാരത്തിൽ വരും, ആനന്ദകുമാർ ആ സമയത്ത് ഇവനെയും കൊണ്ടുവന്ന ഒരു അപേക്ഷ തരണം. 2 സെൻറ്റൻസാണ് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഞാനപ്പോൾ ആദ്യത്തെ ബഹളമൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ച് ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പൂർണ്ണചന്ദ്രനെയും കൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു. ഞാൻ ഒരക്ഷരം ഇങ്ങേരെയോ സെക്രട്ടറിയോ ഞാൻ വിളിച്ചില്ല. അവിടെ IAS അന്നത്തെ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറായിരുന്നു, എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ആരെയും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യില്ല, ഒന്നുമില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഇദ്ദേഹം നേരിട്ട് എന്നെ മിക്കവാറും നേരിട്ടാണ് വിളിക്കാറുള്ളൂ. നേരിട്ട് വിളിച്ചു. അനന്തകുമാരെ, ഉമ്മൻചാണ്ടിയാണ്, പിന്നെ അവൻ്റെ ജോലി ശരിയായി കേട്ടോ. അപ്പോൾ ഞാൻ ശരി സാറേ, അവൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അവൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിലാണ് പഠിച്ചത്, അവിടെ തന്നെ കൊടുക്കണം എന്ന് തന്നെ, അതുകൊണ്ടാണ് ലേറ്റായത് എന്ന് പറയുമ്പോൾ ഒരു ക്ഷമാപണമാണ് ഇൻഡയറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ലേറ്റായത് കേട്ടോ. ഞാൻ പറഞ്ഞു സാറേ ഇപ്പോൾ ചെയ്തത് തന്നെ പുണ്യമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് റൂമിൽ സ്വാഗതവും അധ്യക്ഷനും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ ലെറ്റർ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്യണം ജോലി. ഇന്ന് പൂർണ്ണചന്ദ്രൻ 65,000 രൂപ ശമ്പളം മേടിക്കുന്ന കുട്ടിയാണ്. മാത്രമല്ല അതിലും സന്തോഷ വാർത്ത, മിനിയാന്ന് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു വീട് മേടിച്ചു അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ
ജീവിതത്തിൽ ഇനി അവൻ്റെ ഒരു കല്യാണം, അതാണ് നമ്മൾ ഇനി അടുത്ത, അതും കൂടെ കഴിഞ്ഞാൽ ഒരു എന്താണ് പറഞ്ഞ ഒരു വളർത്തച്ഛൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെയൊക്കെ ഏകദേശം കർമ്മം പൂർത്തീകരിക്കും. അതിനുള്ളൊരു ശ്രമം കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സഞ്ചാരം. 28 വർഷങ്ങൾ പിന്നീടാണ് സാറിൻ്റെ സേവന രംഗത്തുള്ള കാര്യങ്ങളും ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ സായി ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതിനെയൊക്കെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പിടിവിട്ട് പോയിട്ടില്ല. എല്ലാം ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്, പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അത് പിന്നെ അതിൻ്റെ രീതിയിൽ നികത്തപ്പെടും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അല്ലാതെ ഒരു പ്രസ്ഥാനം മാത്രമല്ല, നമ്മളെവിടെ ഉദ്ദേശിച്ചോ അതിൻ്റെയൊക്കെ 10 മടങ്ങ്. ഇപ്പോൾ ഒന്നും വേണ്ട, അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി സായിഗ്രാമത്തിൽ 1 മണിക്കൂറിനേക്ക് വന്നിട്ട് അദ്ദേഹം 4 മണിക്കൂർ കഴിഞ്ഞാൽ പോയത്. അടുത്ത പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണ അദ്ദേഹത്തിൻ്റെ ആകർഷണം അതായിരുന്നു. മാത്രമല്ല, ഗാന്ധിയുടെ ഗ്രാമസ്വരാജിലോട്ടുള്ള സഞ്ചാരം എന്നൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാമല്ലേ. കാറിലോട്ട് കയറുമ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞ് ഐ വാണ്ട് ടു സ്റ്റേ ഹിയർ ഫോർ 2 days, വിൽ യു അലൗ മീ എന്നാണ് ചോദിച്ചത്. ഞാനപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു. എന്ന് വെച്ചാൽ അത്രയും വലിയൊരു മഹാത്മാവാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ പോലെ തന്നെ വലിയ മറ്റൊരു മഹാത്മാവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ വിട്ടുപോയി അതിൻ്റെ ഇടയിൽ എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ഞങ്ങളുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഉദ്ഘാടനത്തിന് വന്നത്. ഉപരാഷ്ട്രപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയൊക്കെ പ്രോട്ടോകോൾ പ്രകാരം രാജ്ഭവനിൽ താമസിക്കണം. സായി ഗ്രാമം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടറി വിളിച്ച്, ഞാൻ നിൽക്കണേണ്, സെക്രട്ടറി വിളിച്ച് ഐ ഡോണ്ട് വാണ്ട് രാജ്ഭവൻ, ഐ വിൽ സ്റ്റേ ഹിയർ. 9 മണിക്കൂർ ഒരു ഉപരാഷ്ട്രപതി ഒരു ആശ്രമത്തിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ ഒരു NGOയിൽ നിന്ന് പറയാം, അവിടെ താമസിച്ചു. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ചായയും കുടിച്ചിട്ട് അദ്ദേഹത്തെ പരിപാടിക്ക് വരും. ഇതൊക്കെ ഞങ്ങളുടെ സംബന്ധിച്ച് വലിയ സിഗ്നേച്ചേഴ്സാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ. മാത്രമല്ല, നമ്മളിതൊന്നും ആവശ്യപ്പെട്ടതല്ലല്ലോ, വന്നു ചേരണേല്ലേ. അപ്പോൾ വന്നു ചേരുന്നത് എപ്പോഴും ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു വലിയ സ്വത്തായി മാറുകയാണ്. വ്യക്തികളെ കുറിച്ച് പറയുമ്പം ഒരുപക്ഷെ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി, സായി ട്രസ്റ്റ് ആയിക്കോട്ടെ, സായി ഗ്രാമം ആയിക്കോട്ടെ, സാറ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിൽ നാളിതുവരെ സാറിനെ സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, സാർ ഓർത്തു വയ്ക്കുന്ന ചില മുഖങ്ങളുണ്ടായിരിക്കും. അങ്ങനെ സാറിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞിട്ടുള്ള ചില മനുഷ്യരെ കുറിച്ച് സാറിന് ഓർമ്മയിൽ വരുന്ന ആരെങ്കിലും കുറിച്ച് ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? അല്ലേ, ഇതൊക്കെ തന്നെ എന്താണ് പറഞ്ഞത്. പിന്നെ നമ്മൾ സായി ഗ്രാമത്തിൽ ക്രിസ്മസ് ആഘോഷം ഇതൊക്കെ വലിയ ഭംഗിയായിട്ട് നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ക്രിസ്മസ് ആഘോഷത്തിന് ഭരത് ഭൂഷൺ എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലിരിക്കണേ, ഞാനും ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ കയറി വന്നു. അപ്പം നമ്മൾ സ്വാഭാവികം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇരുന്നു. എവിടെ നിന്നാണ് വന്നെ? ഞാൻ ചിറയൻകീഴാണ്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. എന്താ വന്നെ? ഒരു സംഭാവന നൽകാനാണ്. പിന്നെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ കപ്പലിൻ്റെ കച്ചവടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ ഭയങ്കര പേഴ്സണാലിറ്റിയാണ് ഇയാൾ. ഇത് കണ്ടപ്പോൾ ഇയാൾ ഒരു വലിയൊരു ഹോൾസെയിൽ മർച്ചൻ്റാണ്, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു മൊത്ത വ്യാപാരി. ഞാൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഹോൾസെയിൽ കട? ഇല്ല സാറേ, ഞാൻ ഉന്തുവണ്ടിയിൽ കപ്പലിൻ്റെ കച്ചവടം നടത്തുന്ന ആളാണ്. എൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം ഞാൻ കൂട്ടി വെച്ചു, ഒരു 9,000 രൂപയുണ്ട്, അതെനിക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ സായിഗ്രാമമൊക്കെ അറിഞ്ഞത്? അല്ല, പത്രങ്ങളിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, നല്ല കാര്യം നടക്കുന്നൊരു സ്ഥലമാണ്, എനിക്ക് തൽക്കാലാവസ്ഥയിൽ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാനിവിടെ കൊണ്ട് തരണയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ 9,000 രൂപ ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനകത്ത് 100 രൂപ ബസ് കാശ് എടുത്തിട്ട് ബാക്കി അവിടെ കൊടുത്ത് റെസീറ്റ് മേടിച്ചു. ഞാൻ അദ്ദേഹത്തിനെ അന്ന് ആദരിക്കുകയും ചെയ്തു, ഭരത് ഭൂഷണെ കൊണ്ട്. അപ്പം ഞാൻ അന്ന് സംസാരിച്ചതും എപ്പോഴും സംസാരിക്കുന്നത്, ഇനി മുകേഷ് അംബാനി 9,000 കോടി തന്നാലും ഇതിന് സമാനമായിരിക്കും ഈ മനസ്സ്, പിന്നെ ആ മനസ്സുകൊണ്ടുള്ള ആ സംഭാവനയുടെ വ്യാപ്തി. അതൊക്കെ സായി ഗ്രാമത്തിലേക്ക് വരാം. സാറിന് സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ സാർ ആവിഷ്കരിക്കുകയുണ്ടായി. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ്. അതിലെ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെ കുറിച്ചൊന്നും. സായി ഗ്രാമത്തിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും, അതായത് ഇന്ത്യക്ക് പോലും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്നുള്ളത്, സായി ഗ്രാമം ഒരു സ്വയം പര്യാപ്ത ഗ്രാമമാണ്. ഗാന്ധിജി പറഞ്ഞു പോയ, ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച എന്താണെങ്കിലും 100%
ഗ്രാമസ്വരാജ് കാണണമെങ്കിൽ സായി ഗ്രാമത്തിൽ വരണം. ഉദാഹരണം, 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളുണ്ട്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളിലും സോളാറിലാണ് പ്രവർത്തിക്കുന്നത്. 1 രൂപ KSEBക്ക് കൊടുക്കാത്ത സംവിധാനമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഒരു പക്ഷേ അത് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കണം. അതുപോലെ ഞങ്ങൾക്കൊരു സായി നാരായണാലയം എന്നൊരു ക്യാൻറ്റീനുണ്ട്. ആര് വന്നാലും ആഹാരം കിട്ടും. അവിടെ അങ്ങനെയാണ്. സായി ഗ്രാമത്തിൽ ക്യാഷ് കൗണ്ടർ ഇല്ല. ആര് വന്നാലും ആഹാരം കിട്ടും. ആര് വന്നാലും താമസിക്കാം. ID കാർഡ് കാണിച്ചാൽ മതി. 1 രൂപ ഞങ്ങൾക്ക് തരണ്ട. വളരെ നല്ല 3 സ്റ്റാർ അക്കോമഡേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സംവിധാനമാണ്. ഈ 4,50,00,000 ആളുകൾ ആഹാരം കഴിച്ചു പോയി എന്നുള്ള ഞങ്ങളുടെ വെറുതെ ഒരു കണക്ക് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട്. അത് ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ ഭക്ഷ്യമന്ത്രി ഇവിടുത്തെ GR അനിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ 4.5 കോടി ആളുകൾ ഭക്ഷണം കഴിച്ച ക്യാൻറ്റീനിൽ ഞങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടർ കയറ്റിയിട്ടില്ല. മുഴുവനും പ്രവർത്തിക്കുന്നത് ബയോഗ്യാസ്, ഫയർവുഡ്. മൂന്നാമത്തെ കാര്യം പറയണ വെള്ളം. കേരള വാട്ടർ അതോറിറ്റിക്ക് 5 പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത്രയും ലക്ഷവും കോടിയും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള സോഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് കിണറുണ്ട്, ഞങ്ങൾക്ക് കുളമുണ്ട്, ഞങ്ങൾക്ക് അല്ലാതെയുള്ള വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കോളേജ് വന്നു. കോളേജിന് വേണ്ടി തന്നെ 2 ലക്ഷം ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം 4 ലക്ഷം ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണിയുണ്ട് സായി ഗ്രാമത്തിൽ. അങ്ങനെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആണ്. കൂടാതെ അമ്മൂമ്മമാർ ചന്ദനത്തിരി ഉണ്ടാക്കുന്നു. ആ ചന്ദനത്തിരിയാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂക്കൾ അതവിടെ ഉണ്ടാകുന്നു. നമുക്ക് ആവശ്യമുള്ള ക്യാൻറ്റീനിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയുടെ 50% ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ആഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ജനം ആഹാരം കഴിക്കുന്ന അരി 50% ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഏത് മാർഗത്തിലും കുട്ടികൾ മേത്ത് തേക്കുന്ന സോപ്പ് അമ്മൂമ്മമാരും അവരും ഉണ്ടാക്കണ സോപ്പ് പുറത്തൊന്നും മേടിക്കണില്ല. അപ്പോൾ ഈവൻ അപ്പൂപ്പന്മാർ, വൃദ്ധസദനമുണ്ട് അവിടെ, അപ്പൂപ്പന്മാർ ഉടുക്കണമുണ്ട് ഞങ്ങളുടെ കൈത്തറിയിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു സംവിധാനം, ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയുണ്ട്? അന്വേഷിക്കുക. നമ്മളെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നുമില്ല. അത് സായി ഗ്രാമം തന്നെ അവിടെ തിളച്ച് നിൽക്കുന്നത്. സാറിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് LGBTQAA+ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ സംസാരിക്കാമോ? ഇതുപോലെ നമ്മുടെ ചിന്തയിൽ വന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. അവരുടെ വൈകല്യങ്ങൾ, അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരുപാട് വിഷയങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡറും ഇപ്പം നമ്മളൊന്നും ജനിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ ജനിക്കുന്നത് അവർ പോലും അറിയാതെ ആണ്. പക്ഷേ അതിലും ഏറ്റവും വേദനയുള്ളത് മിക്കവാറും അച്ഛനമ്മമാർ ഇവരെ ഉപേക്ഷിക്കുന്നു. ഞാനൊരു ഗൈനക്കോളജി MBBS പാസ്സായ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ഒരുവണ് സംസാരിച്ചപ്പോൾ പാലക്കാടുള്ള ഒരു വലിയ നായർ കുടുംബത്തിൽ ജനിച്ചാണ് അവർ. 6 or 7 വയസ്സുള്ളപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറ്റി ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. അച്ഛനമ്മ ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെയൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. യഥാർത്ഥത്തിലോട്ട് കടന്നിട്ടില്ല. ഒരു ഇൻസിഡൻ്റ് ഒന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ 6 വയസ്സായ കുട്ടി എന്തെല്ലാം രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ആ കുട്ടി ഒരു MBBS ഡിഗ്രി എടുക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യണ്ട അവർ. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രാൻസ്ജെൻഡറും കമ്മ്യൂണിറ്റി തഴയുന്നുണ്ട്. സമൂഹം തഴയുന്നതിലുപരി കുടുംബം തഴയുന്നുണ്ട്. ഒരു കുടുംബത്തിലും ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ ഏകദേശം ഒരു 500-ലധികം ട്രാൻസ്ജെൻഡേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലൊട്ടാകെയുള്ള. ഞാൻ അറിഞ്ഞെടുത്തോളം സമൂഹം അവരെ മാറ്റി നിർത്തുന്നു. അതൊക്കെ ആണെങ്കിലും അതിലും കൂടുതൽ അപകടം അവരുടെ ഫാമിലിയിൽ നിന്നുണ്ടാകും. അവിടെയാണ് അതിൻ്റെ ദുഃഖം. ഒന്നും അറിയാൻ പെടാത്ത സമയത്ത് ഇവരെയൊക്കെ ഉപേക്ഷിക്കണേണ്. അപ്പോൾ പിന്നെ നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കണതെന്നുള്ളതാണ്. മറ്റ് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു വിഭാഗം പോലും ഇല്ല, പേരില്ല. സിംഗപ്പൂർ ട്രാൻസ്ജെൻഡർ എന്നുള്ള സാധനമില്ല. അവർ ഈക്വലായിട്ടാണ് കരുതുന്നത്. അവർക്കുള്ള പരിഗണന ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പേരിൽ വിളിക്കാൻ പാടില്ല അവരെ. പല രാജ്യത്തും അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്.
അപ്പോൾ അവർ ഈ ഒറ്റപ്പെടുന്നതും അവരുടെ ജീവിതം ഇപ്പോൾ അതിലേറ്റവും ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു യോഗം ഇവിടെ വെച്ച് ഈ BTH വെച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ എൻ്റെ കൂട്ടുകാരനായിരുന്നു, അയാളെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്, ജാഫർ മാലിക്. ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവരായിട്ടൊരു ഇൻട്രാക്ഷൻ അരമണിക്കൂർ എന്ന് പറഞ്ഞു. അത് 1 മണിക്കൂറോളം എടുത്തു. അപ്പോൾ അതിൽ ഒരു 10-13 പേര് മെട്രോ റെയിലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർക്ക് 10-18,000 രൂപ 20,000 രൂപയുടെ അടുത്ത് ശമ്പളം കിട്ടുന്നുണ്ട്. അവർ പറയുന്നത് സാറേ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ 15,000 രൂപ കൊടുക്കണം, പിന്നെ 5,000 രൂപ കൊണ്ട് ഞങ്ങളെങ്ങനെ ജീവിക്കും, അതുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ മാംസക്കച്ചവടത്തിന് ഇറങ്ങും. ഇത് തുറന്ന് പറഞ്ഞു. ഞങ്ങൾ സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഇറങ്ങുന്നു, വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് വേറൊരു 10,000 രൂപ വേണം ജീവിക്കണമെങ്കിൽ. ഇങ്ങനൊരു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അക്കോമഡേഷൻ അല്ലേ, നമുക്ക് അക്കോമഡേഷൻ ഞങ്ങൾ പണിത് തരാം, ഫ്ലാറ്റ് സ്ഥലം ഗവൺമെൻറ് തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് സ്ഥലം തരാം. പിന്നെ അത് കഴിഞ്ഞ് കളക്ടർ മാറി എല്ലാം കൂടെ തകിടം മറിഞ്ഞു പോയില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം മിനിമം ഒരു ജില്ലയിലെങ്കിലും ഒരു 10-100 പേർക്കെങ്കിലും താമസിക്കാനുള്ള ഒരു താമസ സൗകര്യം ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് വെച്ചിരിക്കണേ. അതിനുള്ള സമയം വരും, അതിനുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്യും. അതൊരു ഭാഗത്ത്. പിന്നെ നമ്മളൊരു ഇവരുടെ ഒരു ലൈവ്ലിഹുഡ്, സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഇവർ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവത്തിലോട്ട് കടന്നത്. ഡാൻസ് പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല എന്നുള്ളതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ കലാകാരനല്ലെങ്കിലും അവരുടെ സ്വഭാവ മാറ്റത്തിന് പോലും അത് ഉപകരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഡാൻസ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ഞങ്ങളിത് ജസ്റ്റ് അനൗൺസ് ചെയ്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും കലൂരുള്ള രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റ് എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇവിടെ നമുക്ക് സ്ഥലം തരാൻ കിട്ടുമോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സ്ഥലം തന്നു. അതേപോലെ അഭേദാശ്രമം തിരുവനന്തപുരത്ത് സ്ഥലം തന്നു. ചെന്നൈയിൽ 3 സെൻ്ററുണ്ട്, എറണാകുളം, തിരുവനന്തപുരം, ചെന്നൈ. 3 സെൻ്റർ. ആദ്യം തുടങ്ങിയത് എറണാകുളത്താണ്, രണ്ടാമത് തിരുവനന്തപുരം, മൂന്നാമത് ചെന്നൈ. ചെന്നൈയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അക്കാഡമിയുടെ വാർഷികം പോലും രാജ്ഭവനാണ് ആഘോഷിച്ചത്. ഗവർണറെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു പരിപാടി ഞങ്ങൾ ഇവിടെ നടത്തിക്കോളാം, സാറൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഡിന്നർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അദ്ദേഹം പരിപാടി നടത്തി കഴിഞ്ഞ വർഷം. ഇവിടെ ഇപ്പോൾ നമ്മൾ മൂകാംബികയിലാണ് അരങ്ങേറ്റം തന്നെ. കേരള നടനമാണ്. 6 പേരാണ് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ അവരാണ് കേരള നടനം പഠിപ്പിക്കുന്നത്. വേറൊരു ഭരതനാട്യം പഠിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള ലാലിൻ്റെ ഒപ്പം അഭിനയിച്ച അവരാണ്. എന്താണ് രജിതയോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് അവരാണ്. അവരുടെ ഭരതനാട്യം ഏകദേശം 3 മാസം കൂടെ കഴിയുമ്പോൾ അരങ്ങേറ്റത്തിന് തയ്യാറാവും. ഇത് വളരെ ടഫായിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ 20 പേരാണ് ഗായത്രിയുടെ ക്ലാസ്സിൽ ചേർന്നത്. അവസാനം അരങ്ങേറ്റത്തിന് തയ്യാറാകാൻ അറിയാമല്ലോ, ഇത് പഠിക്കുക ഇത് ചെറിയൊരു കാര്യമല്ല, ഒരു കലയാണെങ്കിലും വളരെ ടഫായിട്ടുള്ള സംഭവമാണ്. ഇത് പഠിച്ച് ആറ്റം വരെത്തിയത് 6 പേരാണ്. മനസ്സിലായ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കത് ആലോചിച്ചാൽ അറിയാം. അതുപോലെ തന്നെ അവരുടെ കൂടെ പിന്നെ കുറച്ചും കൂടെ കൂടുതലാണ്. അവർ ട്രാൻസ്ജെൻഡറും കൂടി ആയത് കാരണം അവരാണ് കലാതിലകമൊക്കെ ആയതാണ് കഴിഞ്ഞ വർഷം. സെൻറ്റ് തെരേസസിൽ BA ഭരതനാട്യത്തിന് പഠിക്കണേ അവർ. അപ്പോൾ അവരുടെ അരങ്ങേറ്റം ഉടനെ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2ആണ്. ഒന്ന്, ഇവർ തന്നെ ഡാൻസ് ക്ലാസ് തുടങ്ങണം. ഇവർ ഡാൻസ് ക്ലാസ് ഇപ്പോൾ 2 പേര് മുന്നിട്ട് വന്നിട്ടുണ്ട്. ഡാൻസ് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ഇവർക്ക് വീടിൻ്റെ വാടക 6 മാസത്തേക്ക് ഞങ്ങൾ കൊടുക്കാം, അഡ്വാൻസ് ഞങ്ങൾ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തം നോക്കിക്കൊള്ളണം. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ സ്പൂൺ ഫീഡിങ് അത് ശരിയാവില്ല. രണ്ടാമത്, നിങ്ങൾക്ക് ഇപ്പം 60,000 രൂപയാണ് ഇവരുടെ പെർഫോമൻസിൻ്റെ ഫീസ് വെച്ചേക്കണം. 6 പേര് പെർഫോം ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും ഒരു 5,000 രൂപയെങ്കിലും കിട്ടണം. പിന്നെ പക്കമേളവും മറ്റു കാര്യങ്ങളും പാട്ടും എല്ലാം കൂടെ അവർക്ക് 30,000 രൂപ. അങ്ങനെ 60,000 രൂപ ബഡ്ജറ്റ് ഇട്ടേക്കണേണ്. ഞാൻ ദേവസ്വം ബോർഡൊക്കെ ആയിട്ട് ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററെല്ലാം ഞങ്ങൾക്ക് ധാരാളം അവരായിട്ട് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റുമാരെ എല്ലാം അറിയിച്ചിരിക്കുന്നതാണ്, അമ്പലങ്ങളിൽ പരിപാടി കൊടുക്കണം ഇവർക്ക്. ശിവ ടെമ്പിളിൽ പ്രോഗ്രാം ഓഫർ ചെയ്ത് കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ അവരുടെ പരിപാടിയിൽ ഇവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതുപോലെ വീടുകളിലും മറ്റ് ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കുമല്ലോ, കല്യാണത്തിനാണെങ്കിലും എല്ലാവരും.
അതിനെല്ലാം ഇവരെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കലയിലൂടെ ഇവർ ഡാൻസ് പഠിക്കണമെന്ന് പറയുമ്പോൾ അവർ വേറൊരു മുഖത്തൂടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല 2 വർഷം പഠിക്കാമെന്ന് വെച്ചാൽ അത്രയും സ്ട്രെയിൻ ചെയ്ത് ഒരുവിധം ഞാനിപ്പോൾ മൂകാംബിയിൽ ഇവരുടെ അരങ്ങേറ്റത്തിന് പോയപ്പോൾ നല്ല കോമ്പിറ്റൻ്റായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്, വളരെ കോമ്പിറ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെറിയ കാര്യമില്ല. അതൊക്കെ ടീച്ചറിനെ എടുക്കും, ഇവരുടെ ആത്മാർത്ഥതയും എല്ലാം കൂടെ ആണ്. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഡാൻസ് ഫ്രീ ഡാൻസ് അക്കാഡമി എന്നുള്ളൊരു സംഭവം നമ്മൾ ഏകദേശം തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. ആദ്യത്തെ അരങ്ങേറ്റം കഴിഞ്ഞു, രണ്ടാമത്തെ അരങ്ങേറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ വർഷം കേരളത്തിൻ്റെ പല സ്ഥലത്തായിട്ട് ഇവരുടെ നൃത്തം കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, കോളേജിൽ പഠിക്കുന്നവർ, ഇവരെല്ലാവരും അങ്ങോട്ട് കാണാനായിട്ട് വരാറുണ്ടോ സായിഗ്രാമം? അവർ കാണാൻ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവർ ആഴ്ചയിൽ ഒരിക്കൽ അമ്മൂമ്മമാരെ വന്ന് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിലെ ഏറ്റവും അപകടമായൊരു കാര്യം ദുഃഖമറിയുന്നില്ല. ദുഃഖമറിയാനായിട്ട് ആ ദുഃഖം അറിയാനുള്ള ചാൻസുകൾ മറച്ചു വയ്ക്കുന്നു മാതാപിതാക്കൾ. ഇപ്പോൾ ഞാൻ മട്ടാഞ്ചേരിയിലൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ കൂടെ ഒരു 14 or 15 കുട്ടികളുണ്ടായിരുന്നു, മനസ്സിലായ. പിന്നെ ആ കുടുംബത്തിൽ എല്ലാവരും കൂടി 20, 25 പേരാണുള്ളത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി അവിടെയൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചില്ലേ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ശനിയാഴ്ച എന്നുള്ളത് ഇന്നാണ് ഭിക്ഷക്കാരെന്ന് പറയണത്, അന്ന് ധർമ്മക്കാരെന്നാണ് പറയണത്. ഈ ധർമ്മക്കാർ വരുന്ന ദിവസമാണ് ശനിയാഴ്ച, 9 മണി മുതൽ ഒരു 12 മണി വരെ. അപ്പോൾ ഈ 9 മണി മുതൽ 12 മണി വരെ ഞങ്ങൾ അന്ന് ഓട്ടക്കാശ് അങ്ങനെയൊക്കെയാണ്, പഴയ കാശിൻ്റെ സമ്പ്രദായമാണ്. അപ്പോൾ അപ്പൂപ്പനും മുത്തശ്ശനും അല്ലെങ്കിൽ അവരെ വീട്ടിൽ വരുന്ന ഒരു ബോൺവിറ്റ ടിന്നിൽ ഇതെല്ലാം ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ അതുപോലെ ഒരു ടിന്നിലിട്ട് വയ്ക്കും. അപ്പോൾ ശനിയാഴ്ച ഈ ധർമ്മക്കാർ വരുമ്പോൾ ഞങ്ങൾ ഈ 10-12 കുട്ടികളാണ് ഇവർക്കെടുത്ത് കൊടുക്കുന്നത്. ഞങ്ങളുടെ 3ാമത്തെ വയസ്സിൽ ഞങ്ങൾ കൊടുക്കാൻ പഠിപ്പിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാനല്ലാതെ എന്താ പഠിക്കാൻ? ഇന്ന് എന്ത് പഠനമുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന്. നമ്മൾ പറയുമ്പോൾ പലർക്കും വേദന ഉണ്ടാവും, പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന മക്കൾക്ക് എന്താ കിട്ടണത്? വലിയ ബർത്ത്ഡേ ആണെങ്കിൽ, ഒന്നല്ലെങ്കിൽ നല്ല വലിയ കുടുംബമാണെങ്കിൽ നേരെ സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് 10-15,000 രൂപ പൊടി പൊടിക്കും ഇല്ലേ? അല്ലെങ്കിൽ മറ്റൊരു താഴെ രീതിയിലാണ് ഒരു ബേക്കറി കൊണ്ടുപോയിട്ട് ഒരു കേക്കും ഒരു കോക്കോക്കോളയും മേടിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംവിധാനം. ഇതാണ് ഇന്ന് നടക്കുന്ന സംവിധാനം. ഇത് അപകടമാണ്. ഞാൻ നാഷണൽ NGOസിൻ്റെ കോൺഫെഡറേഷൻ്റെ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മൾ നന്നാകാനും സമൂഹം നന്നാകാനും രാജ്യം നന്നാകാനും ആദ്യം വേണ്ടത് കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മൾ. അത് ഇല്ലാതെ നാശത്തിലാണ് ഇപ്പോൾ നമ്മൾ. ഞങ്ങളൊരു 10,000 ലാപ്ടോപ്പ് കൊടുത്തു. കഴിയുന്ന പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തു. അനന്തകൃഷ്ണനും ഉണ്ടായിരുന്നു. ഞാനില്ലാത്ത പരിപാടികളിലും അദ്ദേഹമുള്ള പരിപാടികളും ഉണ്ട്. ഈ 10,000 കുട്ടികളിൽ സത്യസന്ധമായിട്ട് ഇന്നലെ ഞാൻ പ്രസംഗിച്ച കാര്യമാണ്, 15 കുട്ടികളാണ് താങ്ക്സ് പറഞ്ഞത്, ബാക്കിയുള്ളവർ. അപ്പം അവർ കേൾക്കത്തക്കത് ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയണേ ഇത് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ സത്യം. അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് ശരി താങ്ക്സ് അറിയുന്നത്. ഇത് കാലത്തിൻ്റെ വലിയ ശാപമാണ്. മാത്രമല്ല, നമ്മൾ കൃതജ്ഞത ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നന്ദി, ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഞാനൊരാൾ തന്നാൽ താങ്ക്സ് പറഞ്ഞിട്ട് ആ വെള്ളം മേടിക്കുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണ്. ആ ഒരു സംസ്കാരത്തിലോട്ട് നമ്മൾ പോകണം. അത് ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സത്യസായി ബാബ പറയുന്നത്, വ്യക്തി നന്നായാൽ സമൂഹം നന്നായി, സമൂഹം നന്നായ രാജ്യം നന്നായി, രാജ്യം നന്നായ ലോകം നന്നായി. നമ്മൾ വ്യക്തികൾ ഓരോരുത്തരും ശ്രദ്ധിക്കൂ, ഓരോ കുടുംബങ്ങളും ശ്രദ്ധിക്കൂ, നിങ്ങളുടെ കുടുംബം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. സാർ സായിഗ്രാമത്തിനെ കുറിച്ച് ഇത്രയും സംസാരിച്ചല്ലോ. അപ്പം ഒരു ഭാവി പദ്ധതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, സാറിൻ്റെ വിഷൻ എന്താണ് സായിഗ്രാമത്തിനെ കുറിച്ച്? അല്ല, സായിഗ്രാമം ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, 44,000 രൂപയിൽ നിന്ന് ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൺസ് കണ്ണന്താനം വന്നിട്ട് 100 കോടി രൂപയുടെ പദ്ധതി പൂർത്തിയായിട്ട് അനൗൺസ് ചെയ്തു. ഈ 100 കോടി രൂപയിൽ ഈ പറഞ്ഞ പോലെ കപ്പലണ്ടിക്കാരൻ്റെ പൈസയുണ്ട്, അതുപോലെയുള്ള ഒരുപാട് പൈസയുണ്ട്. പക്ഷേ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഇല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ 5 പൈസ അതിനകത്തില്ല. അവിടെയാണ് മനുഷ്യൻ്റെ ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ സംഭാവന മനസ്സറിഞ്ഞ് കിട്ടിയതിൻ്റെ വലിയൊരു നേട്ടം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ 5-6 തവണ നമ്മൾ ബാങ്കിൽ നിന്ന് 2 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് സ്ഥലം മേടിച്ചത്. സ്ഥലം മേടിച്ച് അന്ന് നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വേഴാമ്പലിൻ്റെ പോലെ കാത്തിരിക്കണേല്ലേ. എന്താണെങ്കിലും അതിങ്ങനെ നടന്നു വന്നു.
ബാങ്കിൻ്റെ ബാങ്കിലെ ലോൺ അടയ്ക്കണം, സ്ഥാപനങ്ങളുണ്ടാക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, മറ്റ് പുതിയ പദ്ധതികൾ തുടങ്ങണം. ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ ലൈവാകുള്ളൂ. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ബാങ്കിൻ്റെ പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ വിളിച്ച് പറയും. ചിലപ്പോൾ ഒരാൾക്കാർ വന്ന് സാറേ ഇങ്ങനെ ശരിയെന്ന് പറയും. പിന്നെ ആരെങ്കിലും കടം എന്തെങ്കിലും മേടിച്ചിട്ട് കുറച്ച് ലക്ഷം കൊണ്ട് അടയ്ക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം. ഇപ്പോൾ അതെല്ലാം തീർന്നു. എനിക്ക് തന്നെ ഒരു 10 വർഷമായി അതിൽ നിന്നെല്ലാം മോചിതനമായിട്ട്. അപ്പോൾ സായിഗ്രാമത്തിനെ സംബന്ധിച്ച് സായിഗ്രാമം ഏകദേശം പൂർത്തിയായി. ഇനി നമുക്കൊരു ലോകത്തിലെ ഏറ്റവും വലിയ വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്യു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പ്രധാനമന്ത്രി ഈയിടയ്ക്ക് ഞങ്ങൾ കണ്ടു. 10-12 മിനിറ്റ് അദ്ദേഹമായിട്ട് സംഭാഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിനോട് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങളൊരു MBA കോളേജ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പുള്ള ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ ഞങ്ങൾ തീരുമാനിച്ചത് MBA കോളേജ് സൗജന്യമായിട്ട് നടത്തുക, പരിപൂർണ്ണ സൗജന്യമായിട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള സംഭവമാണത്. ഞങ്ങൾ പ്രസ് അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് MBA കോളേജ് സൗജന്യമായിട്ട് 1 രൂപ മേടിക്കാതെ അവർക്ക് ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് നടത്താൻ പോയി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പദ്ധതി. പിന്നെ നമുക്ക് ടെക്നോ പാർക്കിൽ ഞങ്ങളൊരു ബ്ലഡ് ബാങ്ക്, സായിഗ്രാമത്തിൻ്റെ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബ്ലഡിന് ബുദ്ധിമുട്ടുന്ന തിരുവനന്തപുരം ജില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട RCC, ശ്രീ ചിത്ര തുടങ്ങിയ ആശുപത്രികളുണ്ട്. ഒരുപാട് ആവശ്യമുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും 50-60 ലിറ്റർ ബ്ലഡ് ഷോർട്ടേജിലാണ് പോകുന്നത്. അതെല്ലാം കൂടെ കണക്കാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ടെക്നോ പാർക്കിൻ്റെ ഉള്ളിൽ 1 രൂപ വാടകയില്ലാതെ തന്നു. അത് നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു മുഖ്യമന്ത്രിയാണത്. അദ്ദേഹം തന്നു. അതിന് വാടകയില്ലാതെ കിട്ടി. അതിൻ്റെ പ്രവർത്തനം ആദ്യത്തെ ഫേസ് തുടങ്ങി. ഇപ്പോൾ ബ്ലഡ് കളക്ഷൻ തുടങ്ങി. ബ്ലഡ് ക്യാമ്പ് വെച്ചിട്ട് ബ്ലഡ് കളക്ഷൻ തുടങ്ങി. ശ്രീത്രയ്ക്കും RCCക്കും കൊടുക്കാൻ തുടങ്ങി. ഇനി അടുത്ത 2ാം ഘട്ട ഫേസിലാണ് സ്റ്റോറേജും മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബ്ലഡ് ബാങ്കാണ് ഉദ്ദേശിക്കുന്നത്. പരിപൂർണ്ണ സൗജന്യമായിരിക്കും. ടെക്നോ പാർക്ക് ആയത് കാരണം നമുക്ക് മറ്റ് കമ്പനികളുടെ സഹകരണമൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും 2025 അത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയതിൻ്റെ ഉദ്ഘാടന മഹാമഹം ഉണ്ടാകും. 10 കോടി രൂപയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്.